പൊട്ടറ്റോ വിഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി പൊട്ടറ്റോ ഇത്രയും ഇവിടെ കിടന്നു. കാരണം അത് വാങ്ങിയതാണ്, ഇത് ഇട്ടേക്കാൻ പറ്റില്ല, ചെറുതായിട്ട് പൊടിക്കിന് കുരുപ്പ് വന്നു. അപ്പോൾ കുരുപ്പ് വന്ന പൊട്ടറ്റയൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് ഇത്രയും പൊട്ടറ്റയും ഞാൻ വിഴുക്ക് വരട്ടാനായിട്ട് തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ടേക്കാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അത് തൊലി കളഞ്ഞിട്ട് ഇതുണ്ട് ഇങ്ങനെ ഇടിച്ചെടുക്കും. ഇങ്ങനെ ഇഞ്ചിയുടെ നീരെല്ലാം തീർച്ചു ഇടിച്ചപ്പോൾ കട്ട് ചെയ്തിട്ട് പൊട്ടറ്റ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പ്ലേറ്റിലാക്കിയില്ല, കാരണം എന്തായാലും നമുക്ക് ഇപ്പം തറയിപ്പോ പ്ലേറ്റിലാക്കി കഴിഞ്ഞാൽ അത് വലിയ പണിയാവും. അപ്പോൾ അതിനേക്കാളും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടിങ് പ്ലേറ്റിൽ തന്നെ. അപ്പോൾ ഇനി പെട്ടെന്ന് അടുപ്പിലോട്ട് ഇടണം. അപ്പോൾ എണ്ണ ഒഴിക്കട്ടെ. എൻ്റെ വീഡിയോയ്ക്ക് സ്റ്റൈലൊന്നും കാണത്തില്ല, ഞാനിങ്ങനെ സാധാരണ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ കുറച്ചുകൂടെ കിടക്കാം. ഇത്രയും എന്ത് കിട്ടാനായിട്ട് വെള്ളം ഒഴിക്കാൻ പറ്റില്ല, വെള്ളം ഒഴിച്ച് ടേസ്റ്റ്. അപ്പോൾ പാൻ എടുപ്പത്ത് വെച്ചു കത്തിച്ചിട്ട് എണ്ണ ഒഴിച്ചു. ചിലപ്പോൾ വെള്ളം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അത് എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് പൊട്ടാനിടാം. കടുക് പൊട്ടാനിടുന്നതിന് മുന്നേ ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് എണ്ണ ചൂടായേ. പാൻ എടുപ്പത്ത് ഇതായിരിക്കുകയാണ്, കണ്ടില്ലല്ലോ. അപ്പോൾ അതിലേക്ക് എണ്ണ ചൂടായി. ഇതിലേക്ക് കടുകിട്ട് അടച്ചിട്ട് കഴിഞ്ഞാലേ പുറത്ത് തീർക്കിട്ടില്ലേ. പിന്നെ അതിലേക്ക് ഇനി കുറച്ച് ഇതും കൂടെ, അതായത് കായപ്പൊടി. അപ്പോൾ ഇത് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് കായപ്പൊടി സിമ്മിലാക്കി കായപ്പൊടി ഇട്ട് ഇതിലേക്ക് പൊട്ടൊക്കെ ഇടാം. കാരണം ഇനിയിപ്പോൾ എപ്പോഴും മുളകുണ്ടാകും. ഈ പൊട്ടൊക്കെ ഇടുന്നതിനെ കൂടി തന്നെ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചതും കൂടെ ഇടാം. ഇതിനെ മൂത്ത് കിട്ടത്തുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചതേ അവിടെ ഇടേനെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കൂടുതൽ ചൂടാം, പക്ഷെ ഞാനത് ഇടാത്തത് എന്തായാലും എല്ലാം കൂടെ ഒന്നിച്ച് മൂത്ത് വെക്കേണ്ടത്. എളുപ്പം ജോലി വെക്കാനുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇളക്കണം. തിളച്ച് ചെറിയ. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് 1 സ്പൂണ് മുളക്, പിന്നെ ഇതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടിയുണ്ട്. ഇതാ 1 നുള്ളേ മഞ്ഞൾപ്പൊടി. ഇത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇത്തിരി കൂട്ടി കൊടുക്കാം. ഇനി ഇതിൽ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇടാം.
ഇളക്കിയതിന് ശേഷം അത് ഇളക്കി ചേർത്തിട്ട് ഞാൻ ഗരം മസാല ഇട്ടൊന്ന് ഇളക്കി നേരെ ചേർത്തിട്ട് സിമ്മിലാക്കി വെച്ച് വേവിച്ചെടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഞാൻ കടയിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. കുറച്ച്, അതായത് ഒരു ടീസ്പൂൺ എടുത്തില്ല, കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ടേക്കാം. പിന്നെ ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഉപ്പാണ്. ഉപ്പിട്ടില്ല. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ ഇടാം. മതിയാവും ഉപ്പ് കേട്ടോ. ഇത് കലാമ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി കുറച്ചുകൂടെ ഒന്ന് വേണം. ചിലത് ഇങ്ങനെ കിടക്കും. അതുകൊണ്ടാണ് കുറച്ചുകൂടെയൊക്കെ നല്ല വേവിച്ചെടുക്കും. നല്ല ടേസ്റ്റായിട്ട് ഇത് മാത്രം മതി. ചോറിന് നല്ല എരിവ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ചെയ്യും. വേണമെങ്കിൽ ചില വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് വെന്തിരിക്കും കേട്ടോ. ടേസ്റ്റ് പോകുമായിട്ടാണ് വെള്ളം ഒഴിക്കാത്തത്. അപ്പം നമ്മുടെ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി സെറ്റാണ്. ഇന്ന് എടുത്ത് കാണിക്കാൻ പോലും സാധിക്കുന്നില്ല, കാരണം പ്രകാശം ശരിയായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് എന്തോന്ന് പൊട്ടറ്റോ ഫ്രൈ. ദേ സൂപ്പറാണേ, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം. അടിപൊളിയാണ്.